അങ്ങനെ ജുമായും കഴിഞ്ഞ് തോപ്പുംപടിപ്പാലും കയറി ഞാനും എൻ്റെ പിള്ളേരും പിന്നെയും എന്തെങ്കിലും അമുക്കണമെന്നുള്ള ലക്ഷ്യമായിട്ട് ചെന്ന് പെട്ടത് മട്ടാഞ്ചേരിക്കാരെ കലവറയിലെ സുൽത്താൻ്റെ ബീവേ നൂറിയ റെസ്റ്റോറൻറ്റിലേക്കാണ്. വെള്ളിയാഴ്ച ആയതും യാ ഖുദാ ഒരു ജുമാക്കുള്ള ക്രൗഡിനിടെ പുറത്തേക്കായിട്ട് കടട ഇതാണ് അനീഫ് കടയുടെ ഓണറാണ്. ഞാൻ്റെ അടുത്ത് മെയിൻ ആണെന്ന് പറഞ്ഞാൽ ഇറച്ചിച്ചോറ്. ഞാൻ പറഞ്ഞു ഇറച്ചിച്ചോറ് വേണ്ടല്ലേ, ബീഫ് ബിരിയാണി മതി ഉമ്മാരും പറഞ്ഞു. അങ്ങനെ ഇറച്ചിച്ചോറിലേക്ക് വരാം. ഇറച്ചിച്ചോറ് ഇങ്ങനെ വളർത്തിയടിച്ചപ്പോൾ നല്ല മതക്കാച്ച് വലിയ ഇഷ്ടം ബീഫാണ് എനിക്ക് കിട്ടിയത്. ഒന്നും പറയാല്ല, ഉസാർക്ക് മുതിർക കുസാലിക്ക് നാരങ്ങ എന്ന് പറയുമ്പോൾ പിടിക്കുമ്പോൾ തന്നെ നല്ല പ്ലങ്ങി പോണ ബീഫ് ആയിരുന്നു, നല്ല സുഖം ഉണ്ടായി കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് തിരിച്ചു പോകാം. ബിരിയാണി എന്ന് പറഞ്ഞ ഒരു സീസൺ നൊസ്റ്റാൾജിയിൽ അമിട്ടൊട്ടി ഐറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ നല്ല നമ്മുടെ വെല്ലുമാർ പണ്ട് ഉണ്ടാക്കുന്ന പോലത്തെ വലിയ ഫ്ലേവറും ചേർക്കാണ്ട് മൈൽഡ് ഫ്ലേവറും വെച്ചാണ് ഒരു ബിരിയാണി ഉണ്ടാക്കിയേക്കുന്നത്. മൈൽഡ് ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് കത്ത് കൊടുത്ത ബിരിയാണി. എൻ്റെ ബാക്കിൽ ഒരു ബറ്റാലിയൻ ജനമുള്ളവരും പെട്ടെന്ന് എണീറ്റ് ഞങ്ങൾ പിന്നെ ഇരുത്ത പ്രൈസ് ബോർഡ് നല്ല പറക്കത്തുള്ള പ്രൈസ് ബോർഡ്. ഞാൻ ഒരു കാര്യം പറയും, നിങ്ങളുടെ ഉപ്പാപ്പ സത്യം കാറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന് ഒരു സൈസ് കടന്നൽക്കൂടിലേക്ക് കാലിടും പോലെ ഇപ്പം അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള ചർച്ചയിൽ കൂടുന്ന വേണ്ടിയിട്ട് അങ്ങനെ ഫുഡും കഴിച്ച് പാട്ടും പാടി വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ കാഴ്ച